Hello guys, today ഞാൻ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെ സിമ്പിൾ റിയാക്ട് ആപ്പ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് തുടങ്ങാം. സോ റിയാക്ട് ഓൾറെഡി ഒരു കമാൻഡ് തരുന്നുണ്ട്, npm create react app. സോ വി ക്യാൻ യൂസ് ദിസ് കമാൻഡ്. സോ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഡയറക്ടറി നെയിം കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു എൻറ്റയർ ഫുൾ റിയാക്ട് പ്രോജക്റ്റിൻ്റെ കോഡ് മുഴുവൻ കിട്ടും, ഇൻക്ലൂഡിങ് ദ മെയിൻ കമ്പോണൻറ്റ്, മെയിൻ പാരൻറ്റ് കമ്പോണൻറ്റ്. അപ്പം നമുക്ക് വേറെ കമ്പോണൻറ്റ്, ചൈൽഡ് കമ്പോണൻറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു ഡയറക്ടറി സ്ട്രക്ചർ ഫോളോ ചെയ്യാം. സോ നമുക്ക് തുടങ്ങാം. ഞാൻ പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. റിയാക്ട് ഹലോ വേൾഡ് 3. സോ ടെർമിനൽ തുറക്കുക. കമാൻഡ് ഇതാണ്, npx. നമ്മൾ ഓൾറെഡി, ഞാനിത് മാക്കാണ് യൂസ് ചെയ്യുന്നത്, ഓൾറെഡി npm നോഡ് ജെസും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് npx കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ npx create react app, പിന്നെ ഡയറക്ടറി പാത്ത്. ഇപ്പോൾ നമ്മൾ കറണ്ട് പാത്തിലാണ് നമ്മൾ കോഡ് ഇടാൻ പോകുന്നത്. സോ ഡോട്ട് ഒരു ഏകദേശം ഒരു 1 minute എടുക്കും. സോ ലെറ്റ്സ് സീ. പാക്കേജ് ഡോട്ട് ജേസൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നോൺ മോഡ്യൂൾസിലായിരിക്കും പാക്കേജസ്, ഡിപ്പെൻഡൻറ്റ് പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് സക്സസ്. സോ ഇൻസൈഡ് ദാറ്റ് ഡയറക്ടറി യു ക്യാൻ റൺ സെവറൽ കമാൻഡ്. സോ npm സ്റ്റാർട്ട് എന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ്. npm റൺ ബിൽഡ്. നമ്മൾ പ്രൊഡക്ഷനിലോട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്ട് കോഡിൽ നിന്ന് സ്റ്റാറ്റിക് HTML ഫയലും CSS ഫയലും കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ബിൽഡ് കമാൻഡ്. പിന്നെ ടെസ്റ്റ് ഉണ്ട്, ഇജക്റ്റ് ഉണ്ട്. സോ യു ക്യാൻ സീ ദ ഡയറക്ടറീസ്. ഇവിടെ വരുമ്പോൾ പബ്ലിക്കിലാണ് index.html ഫയൽ. ഇതായിരിക്കും നമ്മൾ ഫൈനലി പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഫയൽ. index.html ഇത് അപ്ഡേറ്റ് ചെയ്ത് വരുന്ന HTML ഫയലായിരിക്കും. സോ പബ്ലിക്കിൽ സ്റ്റാറ്റിക് ഫയൽസ് ആയിരിക്കും. സോഴ്സിൽ വരുമ്പോൾ മെയിൻ നമ്മുടെ index.js. സോ ഇതാണ് നമ്മുടെ റൂട്ട് റെൻഡർ ചെയ്യുന്നതും റിയാക്ടിൻ്റെ റിയാക്ട് ഡോം വെച്ച് നമ്മുടെ ഫൈനൽ HTML ഫയൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഇതിൽ നമ്മൾ ആപ്പ് ചൈൽഡ് കമ്പോണൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇഫ് യു ക്ലിക്ക് app.jsലോട്ട് പോകും. പിന്നെ മെയിൻ ഇൻഡെക്സിൻ്റെ CSS ഫയലുണ്ട്, ആപ്പിൻ്റെ കറസ്പോണ്ടിങ് CSS ഫയലുണ്ട്, അതാണ് സോഴ്സിൽ. പിന്നെ റീഡ് മീ, ഇത്രയാണ് ഉള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആപ്പ്. npm റൺ സ്റ്റാർട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ പോർട്ട് 3000 ആണ്, ഡിഫോൾട്ട് പോർട്ട് 3000 ആണ്. സോ നമ്മുടെ റിയാക്ട് ഓടി തുടങ്ങി 3000. സോ ഞാനിപ്പോൾ app.jsൽ ഇപ്പോൾ കറണ്ട് ടെക്സ്റ്റ് ഞാൻ കമൻറ്റ് ചെയ്യാണ്, ഞാൻ പുട്ട് ചെയ്യുകയാണ് ഹലോ വേൾഡ്. അത് ലെറ്റ്സ് സി. റിയാക്ടിൻ്റെ റണ്ണിങ് കമാൻഡ് ഓട്ടോമാറ്റിക്കലി റീലോഡ് ആയിക്കോളും. സി ചേഞ്ച് ആയി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു ഗൈസ്.